പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കളിച്ച് ഈ തത്ത ബാബുവിനെ കൂട്ടിലാക്കുന്ന മട്ടാണ്. അങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക്. ചോദ്യം ചെയ്ത് വിജിലൻസ് കെ ബാബുവിന് വെള്ളം കുടിപ്പിച്ചത്രേ. കള്ളുകുടിയന്മാരെ മുഴുവൻ വെള്ളം കുടിപ്പിച്ച ബാബുവിനെ വെള്ളം കുടിപ്പിക്കണമെങ്കിൽ വിജിലൻസിന്റെ ചോദ്യം ഭയങ്കര ചോദ്യമായിരിക്കുമല്ലേ? നമുക്ക് ഊഹിക്കാനല്ലേ കഴിയൂ. പക്ഷെ ഏതായാലും ഞാനൊരു കാര്യം പറയാം. എനിക്ക് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ 2 മാസമായി അന്വേഷണം നടന്നിട്ട്. അപ്പോൾ ഈ അന്വേഷണത്തിലൂടെ എൻ്റെ ബിനാമികളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരം ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ട്രസ്റ്റ് ബസ്റ്റേഴ്സും ട്രസ്റ്റ് ബിൽഡേഴ്സും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ആരോപിക്കപ്പെടുന്ന ആളുകളെ കുറിച്ചൊക്കെ. പക്ഷെ ഞാൻ ഇതുവരെ അതൊന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഈ ഡയറി കൺഫേം ചെയ്യണം, അത് ജെനുവിൻ ആണോ ഇല്ലോ എന്നുള്ളത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ മീഡിയയിലൂടെ ഓരോ ദിവസവും ഒരുപാട് സ്റ്റോറീസ് വിടുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വിദേശത്തുള്ള ഏതെങ്കിലും സ്ഥലത്തിൽ എനിക്ക് 1 രൂപയുടെ നിക്ഷേപം പോലും ഇല്ല. ഞാൻ കഴിഞ്ഞ 25 കൊല്ലമായി ഗവർണർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന കണക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിട്ടിട്ട് 1 ഇഞ്ച് ഭൂമി എനിക്കില്ല. ഒരു ബിസിനസ് സംരംഭങ്ങളുമായിട്ടും എനിക്ക് ഒരു ബന്ധവുമില്ല. അത് തീർത്ത് പറയാൻ സാധിക്കും. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ഞാൻ പറയത്തില്ല, ദി ഒൺലി ലൈൻ ഓഫ് ഡിഫൻസ് പലപ്പോഴും ആകുന്ന ഒരു പ്രൊഫഷനാണ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ ബിസിനസ്സുള്ള ആളുകളും എല്ലാവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അതൊന്നും സാമ്പത്തിക ബന്ധങ്ങളല്ല. എറണാകുളത്ത് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് MLA പൊതുപ്രവർത്തന. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ബിസിനസ്സുകാർ മാത്രമല്ല പാവപ്പെട്ട ആളുകളായിട്ടും ബന്ധമുണ്ട്. ധാരാളം പാവപ്പെട്ട ആളുകളായിട്ട് ബന്ധമുണ്ട്. അതൊന്നും ഒരു ബിസിനസ് ബന്ധമായിട്ട് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഹയർ ലെവൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്തെങ്കിലും മാലഡ്മിനിസ്ട്രേഷനോ അഴിമതിയോ കാണിച്ചു കഴിഞ്ഞാൽ കോടതി ഇടപെടും. അല്ല, അതിനകത്തൊരു കോടതി പോകുന്നതുമായിട്ടൊക്കെ നിയമ പ്രശ്നങ്ങളാണ്. അത് വക്കീൽമാരൊക്കെ ആയിട്ട് സംസാരിച്ചില്ല. പക്ഷേ അന്വേഷണം നടന്നല്ലോ. ഞാൻ പറയുന്നത് ഇപ്പോൾ അന്വേഷണം നടന്നു. ഞാനുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ഇപ്പം നിങ്ങൾ ഉദാഹരണം ബാബുറാമുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അയാൾ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ കൺവീനറായിരുന്നു പല ഘട്ടങ്ങളിൽ. പല കാര്യങ്ങളും ഞാനുമായിട്ട് ശിവഗിരിയിലെ പരിപാടി, ആലുവ അദ്വൈതാശ്രമത്തിലെ ശതാബ്ദി ആഘോഷം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനതിലേക്ക് പോകുന്നില്ല. അല്ല, ഞാനതിപ്പോൾ തീർത്ത് പറയാം. ഞാൻ ഒന്നുകൂടി നിങ്ങൾ കേട്ടോ. ഇന്ത്യയിലെ അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരു സ്ഥാപനത്തിലും എനിക്ക് യാതൊരു നിക്ഷേപവും ഇല്ല. ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം വീണ്ടും വർദ്ധിക്കുകയാണ്. അതെനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കാം. അപ്പോൾ എനിക്ക് നിങ്ങൾ ഈ പുറത്ത് ഇവർ പ്രചരിപ്പിക്കുന്ന പോലെ നിക്ഷേപങ്ങളോ ബിസിനസ് പങ്കാളിത്തമോ ഒന്നുമില്ല. പിന്നെ നിങ്ങളെൻ്റെ വിദേശ യാത്രകളെക്കുറിച്ച് ഒരുപാട്, ഞാൻ ഈ 25 കൊല്ലം MLA ആയിരുന്നു, 5 കൊല്ലം മന്ത്രിയായിരുന്നു. ആകെ ഞാൻ ദുബായി പോയിട്ടുള്ള ഒറ്റ പ്രാവശ്യം കുവൈറ്റിൽ പോയിട്ടുണ്ട്, ഒരു പ്രാവശ്യം സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്. ഇയാളെന്താ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്? ഇങ്ങനെയാണോ പോകേണ്ടത്? നമുക്ക് വീട്ടിൽ പല പരിപാടികൾക്കും പോകില്ലേ, അതിലൊന്നും കാര്യമൊന്നുമില്ല. ഇതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ടാണോ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്? മതി. ബാബുവിന് മതിയായെങ്കിലും വിജിലൻസ് മതിയാക്കില്ല. ബാബുവിനെ അകത്താക്കുമെന്ന് ചില LDF നേതാക്കൾ പറയുന്നത് പൊളിമിക്സ് കേട്ടതാണ്. ഇവരിപ്പം ബാബു ആരെങ്കിലും അകത്ത് പോകേണ്ടതായി വന്നാൽ ഞങ്ങൾ ഉപദ്രവിക്കത്തൊന്നുമില്ല. നടയടി എന്ന് പറഞ്ഞൊരു ഇടപാടുണ്ടല്ലോ, അതൊന്നും ഞങ്ങൾ ചെയ്യത്തില്ല. അത് ഞാൻ മുന്നണിയുടെ ആളെന്നുള്ളത് ഞാനത് മുഖ്യമന്ത്രിയോടും വകുപ്പിലെ എല്ലാവരോടും പറയാം. അടിയൊന്നും കൊടുക്കില്ലെങ്കിലും അകത്താക്കുമെന്നുറപ്പാണല്ലേ? ആ പാവം കഴിഞ്ഞ 25 കൊല്ലമായി നിയമസഭയിൽ മാത്രം ജീവിച്ചതാണ്. ജയിലിൽ എങ്ങനെ കഴിഞ്ഞുകൂടുമോ എന്തോ. നല്ല 1-ാം തരം ഫുഡായിരിക്കും. ആ കാര്യത്തില്ല. പണ്ടൊക്കെ ഉണ്ടയായിരുന്നെന്നൊക്കെ അല്ലേ പറയുന്നത്. ഇപ്പം ഇച്ചിരൂടെ മെച്ചപ്പെട്ടു. ഇനി ഇവരൊക്കെ വന്നാൽ നല്ല പറ്റുമെങ്കിൽ ഒരു പായസം കൂടെ കൊടുക്കാനുള്ള ഏർപ്പാട്. ഒരു സാമ്പത്തിക ചുറ്റുപാട് ജയിലിലെ വെച്ച് ചെയ്യാവുന്ന. ഇനി അകത്ത് ഇപ്പോൾ പൂജപ്പുരയൊക്കെ കിടക്കുകയാണെങ്കിൽ പൂജപ്പുര അടുത്തുള്ള ആരെങ്കിലും ജയിലിൽ പോകേണ്ടി വന്നാൽ വീട്ടിൽ നിന്ന് ഇച്ചിരി ഫുഡ് ആരും കാണാതെ രാത്രി കൊണ്ടുവന്നാൽ ഞങ്ങൾ അപ്പോൾ അതിനൊന്നും തടസ്സം പിടിക്കാനൊന്നും പോവുകയില്ല. നിയമവിരുദ്ധമാണ്, എന്നാലും അത് ചെയ്യത്തില്ല. പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ തൊട്ടടുത്ത് നിന്ന് അകത്തേക്ക് പോകാനുള്ളത് ആരാണ് എന്നറിയാൻ
ഏറെയൊന്നും വിഷമിക്കേണ്ട. LDF ശരിയാക്കാനായി സ്കെച്ച് ചെയ്തു വെച്ച കൂട്ടത്തിൽ ഉമ്മൻചാണ്ടി വരെ ഉണ്ടത്രേ. തത്ത ഇപ്പൊ തൃപ്പൂണിത്തറ പോയി വാഴക്കയ്യിലിരിക്കുന്നു. അതിനുശേഷം അവിടുന്ന് കാർഡ് കൊത്തിയെടുത്തുകൊണ്ട് ജേക്കബ് തോമസിന്റെ കൈ കൊടുക്കുന്നു. അവിടുന്ന് തത്ത നേരെ പാലായിക്ക് പറക്കുന്നു. പാലായിൽ വന്ന ആറിന്റെ തീരത്ത് തത്ത കുറേ നേരം ഇരിക്കുന്നു. അവിടുന്ന് കിട്ടാവുന്ന കാർഡ് എടുത്ത് അത് മറ്റേ ജേക്കബ് തോമസിന്റെ കൈ കൊടുക്കുന്നു. അതിനുശേഷം തത്ത നേരെ തൃക്കാക്കരയ്ക്ക് പോകുന്നു. മന്ത്രി അല്ലാത്തവരുടെയും MLA അല്ലാത്തവരുടെയും ചില വീടുകളുടെ വാതിക്കലിരിക്കുന്നു. അവിടുന്ന് കാർഡ് കൊത്തിയെടുക്കുന്നു. ഇനി തത്ത ഇതിലെ വന്ന് പുതുപ്പള്ളി വഴി പോകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റും. തത്തയുടെ കാര്യമല്ലേ. ഈ തത്ത അഥവാ വിജിലൻസ് LDFന്റെ പെറ്റാണിപ്പോൾ. പെറ്റ് അഥവാ ഓമന. തത്തയുടെ കാല് തല്ലിയൊടിച്ച് ചിറക് മുഴുവൻ ഇല്ലാതാക്കി അവിടെ ഇട്ടിട്ട് തത്തേനെ ഇങ്ങനെ കളിപ്പിക്കുന്ന കളി അത് ഞങ്ങൾക്ക് ശീലമില്ല. ഞങ്ങള് തത്തയായിട്ട് തന്നെ നിന്നോട്ടെ. എന്താണ് LDFകാർ തത്തയെന്നും UDFകാർ കഴുകനെന്നും കരുതുന്ന ആ പക്ഷിയുടെ സർക്കസുകൾ വരാനിരിക്കുന്നതേയുള്ളൂ. തൽക്കാലം പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. അതു കഴിഞ്ഞു വന്നാൽ റേഷൻ വിതരണം ശരിയാക്കാനുണ്ട്. UDFന്റെ ഭരണകാലം അഥവാ ഉമ്മൻചാണ്ടിയുടെ ഭരണം എന്തൊരു ഭരണമായിരുന്നു എന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതങ്ങനെയൊരു കാലം. കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഭരിച്ച സന്ദർഭത്തിൽ അരി വെറുതെ കൊടുത്ത ഒരു ഗവൺമെൻറ് ആയിരുന്നു UDF ഗവൺമെൻറ്. അരി വെറുതെ കൊടുക്കുമെന്ന് UDF പറഞ്ഞപ്പോൾ, അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ആർക്കും തന്നെ, ഞങ്ങൾക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ UDF ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരുന്നത് വരെ BPL കാർഡുകാർക്ക് 25 കിലോ അരി സൗജന്യമായി കൊടുക്കുവാൻ UDFന് സാധിച്ചിരുന്നതാണ്. അതുപോലെ APL ലിസ്റ്റിലുള്ളവർക്കും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് 10 കിലോ 8 കിലോ വീതം അരി APLകാർക്കും കഴിഞ്ഞ ഗവൺമെൻറ് കൊടുക്കുകയുണ്ടായി. എന്നാൽ ഈ ഗവൺമെൻറ് വന്നതോടുകൂടി 25 കിലോ എന്നത് BPLകാരുടെ 25 കിലോ 20 കിലോ ആക്കി അവർ ചുരുക്കി. APLകാർക്ക് ഇനി അരിയേ ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഗോതമ്പ് BPLകാർക്ക് 8 കിലോ കൊടുത്തിരുന്നതാണ്, അത് 5 കിലോ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നു. ഇപ്പോൾ കൊടുക്കാൻ സാധിച്ചത് കേവലം 1 കിലോ മാത്രമാണ്. അങ്ങനെയാകുമ്പോൾ പിന്നെ സമരം മാത്രമാണല്ലോ ഒരു മാർഗം. സമരത്തിനാണെങ്കിൽ മൂത്ത കോൺഗ്രസ്സുകാരെ കിട്ടില്ല. യൂത്ത് കോൺഗ്രസ്സുകാരെ മാത്രമേ സമരം ചെയ്യാൻ കിട്ടൂ. സമരം സപ്ലൈ ഓഫീസിന് മുന്നിലാണെങ്കിലും യൂത്ത് കോൺഗ്രസുകാരുടെ ശൗര്യം ബാധിച്ചത് കോടതികളെയാണ്. ആ ഓഫീസിന്റെ അയൽമുറികളെല്ലാം കോടതി മുറികളായിരുന്നു. പാവപ്പെട്ടവനരിയില്ല
ഈ യൂത്ത് കോൺഗ്രസുകാരുടെ സമരമെല്ലാം ഉഷാറായെങ്കിലും മുദ്രാവാക്യം അത്രയങ്ങ് പോരാ. KC അബു പഠിപ്പിച്ചു വിട്ട മുദ്രാവാക്യം മുഴക്കിയിരുന്നുവെങ്കിൽ സമരത്തിന് ചരിത്രപരമായ ഒരു ഗരിമ കൈവരുമായിരുന്നു. അരി തരാത്ത തുണി തരാത്ത പണി തരാത്ത ഭരണമേ, തകരു 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 നിന്റെ കൊടിമരങ്ങൾ തകരണം, അരിയെവിടെ തുണിയെവിടെ എന്നൊക്കെ വളരെ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് വളർന്ന ഒരു പാർട്ടിയാണ് CPM. ആ CPMൻ്റെ ഭരണത്തിലാണ് റേഷൻ സംവിധാനം ഇന്ന് താറുമാറായിക്കൊണ്ടിരിക്കുന്നത്. DCCകൾ പുനഃസംഘടിപ്പിച്ച് പ്രസിഡന്റുമാരെ തെരുവിലേക്ക് ഇറക്കി വിടുകയാണെങ്കിൽ കോഴിക്കോട് DCC പ്രസിഡന്റ് അബുവിനെ ചെയർമാനാക്കി മുദ്രാവാക്യങ്ങളും ഉപമകളും പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണമെന്ന് കോൺഗ്രസുകാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പൊളിമിക്സ് ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നിട്ട് തെരുവിലെ കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. തെരുവിലെ കാര്യങ്ങൾ ശരിയാക്കുന്നത് പൊളിമിക്സ് അല്ല, ഒരു വിപ്ലവകാരിയാണ്, കടുത്ത വിപ്ലവകാരി. കാര്യത്തിലേക്ക് കടക്കും മുമ്പ് അദ്ദേഹത്തിൻ്റെ നിലപാട് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഞാൻ ജനങ്ങൾക്കും നിയമത്തിനൊന്നും എതിരല്ല, ആർക്കും എതിരല്ല, ഗവൺമെന്റിനൊന്നും എതിരല്ല. ആർക്കും എതിരല്ല ഈ പുണ്യാളൻ. തെരുവു നായ്ക്കൾക്ക് പോലും എതിരല്ല. അവയുടെ പോലും ക്ഷേമം മാത്രമാണ് അദ്ദേഹം കാക്ഷിക്കുന്നത്. പൊതുജനങ്ങൾ കേരളത്തിൽ ഇന്ന് ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തെരുവുനായ ആക്രമണമാണ്. ഇവിടെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. തെരുവുനായ് ശല്യം മാത്രമല്ല ഇപ്പോൾ കേരളത്തിലെ പ്രധാന പ്രശ്നം. മയക്കുമരുന്നും അതിൻ്റെ കള്ളക്കടത്തും സ്ത്രീധനവുമെല്ലാം കേരളത്തിലെ പൊതുജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷെ ബോബിക്ക് അതൊന്നും ഒരു വലിയ പ്രശ്നമായി തോന്നുന്നില്ലായിരിക്കാം. അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രധാന പ്രശ്നം തെരുവു നായ്ക്കൾ മാത്രമാണ്. അവയെ സംരക്ഷിക്കാനാണ് അദ്ദേഹം പാടുപെടുന്നത്. ഞാൻ എൻ്റെ പല ജില്ലകളിലുമുള്ള ഭൂമിയിൽ, സ്വന്തം ഭൂമിയിൽ തന്നെ തൽക്കാലം അതാത് ജില്ലകളിലെ ബോബി ഫാൻസ് കൂടി ചേർന്ന് പിടിച്ച് സംരക്ഷിക്കാം എന്നതായിരുന്നു ഉദ്ദേശം. അതിൽ ആദ്യത്തെ കുറച്ച് നായ്ക്കളെ വയനാട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു 19 പേരടങ്ങുന്ന ആൾക്കൂട്ടം അതിനെ തടയുകയും ഡോക്ടർമാർ വന്ന് ഇഞ്ചക്ഷൻ കൊടുക്കാനോ വാക്സിനേഷൻ കൊടുക്കാനോ ഒന്നും സമ്മതിക്കാതെ തടയുന്നുണ്ട്. അപ്പോൾ ADM അതിനെ ഇനി കൂടുതലായിട്ട് അനുവദിക്കില്ല എന്നുള്ളൊരു നോട്ടീസ് തന്നിട്ടുണ്ട്. അവിടെ പല ജില്ലകളിലും സ്വന്തമായി ഭൂമിയുള്ള ആളാകുമ്പോൾ എന്തിനു വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നു? കോഴിക്കോട് പിടിച്ചതിനെ സംരക്ഷിക്കാൻ കോഴിക്കോട്ടെ ഭൂമി പോരെ? കോഴിക്കോട് ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ തൽക്കാലം ഇവിടുന്ന് പിടിച്ചത് ഇപ്പോൾ എനിക്ക് കോഴിക്കോട് ഇടണം. ഇപ്പം നമ്മൾ വലിയ സ്ഥലം അവിടെ ആയതുകൊണ്ട് ആർക്കും ദോഷമില്ല. 10 ഏക്കറിൻ്റെ ഉള്ളിൽ നായ കുറച്ചാൽ പോലും കേൾക്കില്ല, അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയിട്ടത്.
കൽപ്പറ്റയിലെ സ്ഥലത്ത് നായ്ക്കളെ അഴിച്ചുവിട്ടാൽ ആർക്കും കുഴപ്പമില്ല എന്ന് ബോബി പറയുന്നു. പക്ഷേ കൽപ്പറ്റയിലെ ജനങ്ങൾ പറയുന്നത് അങ്ങനെയല്ല. ശ്രീ CK ശശീന്ദ്രൻ. ഈ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനും പേവിഷബാധയ്ക്കെതിരെയും ഗവൺമെൻറ് എടുക്കുന്ന നടപടികളെല്ലാം വളരെ ശ്ലാഘനീയമാണ്. എന്നാൽ ചില ആൾക്കാർ ഇതൊന്നും പാലിക്കാതെ, ഉദാഹരണമായിട്ട് ജില്ലയ്ക്ക് പുറത്തുള്ള മറ്റ് ജില്ലകളിൽ നിന്നെല്ലാം പട്ടികളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ബോബി ചെമ്മണ്ണൂർ ചീഫ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചെയ്യുകയാണ്. മുഴുവൻ പട്ടികളെയും കൽപ്പറ്റ നഗരസഭയിൽ അദ്ദേഹത്തിന് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി പാർപ്പിക്കുകയാണ്. ഒരു നിയമവും പാലിക്കുന്നില്ല. ഇങ്ങനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവർക്ക് വേണ്ടി വിളിച്ചു പറയുകയാണ്, കലക്ടറിലൊക്കെ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഈ നടപടി ശരിയല്ല. അതുകൊണ്ട് നിയമാനുസൃതമായിട്ട് കാര്യങ്ങൾ ഒക്കെ പാലിച്ച് വെറ്റിനറി ഡോക്ടർമാരെല്ലാം വന്ന് പരിശോധിച്ചിട്ട് ആവശ്യമായ വെള്ളമില്ല, മറ്റു കാര്യങ്ങളില്ല, ഒന്നുമില്ലാതെ കൊണ്ട് താമസിപ്പിക്കുന്നത് തികച്ചും നിയമവിരുദ്ധമായിട്ടാണ് ബോബി ചെമ്മണ്ണൂർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ആവശ്യമായ നിയമ നടപടി സ്വീകരിക്കുമോ? സാർ, ഇതിന് ഒരു നിയമമുണ്ട്. നിയമത്തിനെ അടിസ്ഥാനമാക്കി മാത്രമേ മൃഗസംരക്ഷകർക്ക് അത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. അത് ഗ്രാമപഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ അത് വളരെ കർശനമായിട്ട് പരിശോധിച്ച് ആവശ്യമുള്ള എല്ലാ ചട്ടങ്ങളും പാലിക്കുന്നവർക്ക് മാത്രമേ രജിസ്ട്രേഷൻ കൊടുക്കാവൂ എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന പ്രത്യേക സ്ഥലത്ത് ഇതൊന്നും പാലിക്കുന്നില്ല എങ്കിൽ അത് സംബന്ധിച്ച് പരിശോധിക്കാവുന്നതാണ് എന്നാണ് പറയാനുള്ളത്. എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം ക്യാമ്പുകൾ ആരംഭിക്കാവുന്നുള്ളൂ. എന്നാൽ മൃഗസംരക്ഷണ ക്യാമ്പ് ആരംഭിക്കേണ്ടതില്ല എന്ന് സർക്കാരിന് പറയാൻ സാധിക്കില്ല. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കുമെന്ന് ഉറപ്പുവരുത്തും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഈ പട്ടിയെ കൊല്ലാനും പാടില്ല, പിടിക്കാനും പാടില്ല എന്നുള്ളൊരു നില നമുക്ക് എടുക്കാൻ പറ്റില്ല. ആരെങ്കിലും മുന്നോട്ട് വന്ന് പിടിച്ച് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അത് ശരിയല്ല എന്നുള്ളൊരു സമീപനം എടുത്തു പോകാൻ പറ്റില്ല. അതേസമയം ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ അതിനാവശ്യമായ സംരക്ഷണം നൽകുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അതിന് അവിടെയുള്ള തദ്ദേശ ഭരണ സ്ഥാപനവും മറ്റെല്ലാവരും കൂടി വേണ്ട സഹായങ്ങൾ ഒരുക്കുകയും ചെയ്യാനും, ആരെങ്കിലും മെനക്കെട്ട് പിടിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം തന്നെ എടുക്കാമെന്നാണ് തോന്നുന്നത്. അങ്ങനെ തെരുവ് നായ്ക്കളുടെ പുണ്യാളനെ ജനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടെങ്കിലും സഭയിലെ ചർച്ച അടങ്ങിയില്ല. അതിനെ ബേസ് ചെയ്തിട്ട് നിയമസഭയിൽ ചർച്ചയുണ്ടായി. അതിൽ 152 ബ്ലോക്കുകളിൽ തെരുവ് നായ ഷെൽട്ടറുകൾ സ്ഥാപിക്കാമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ അറിയിക്കുകയുണ്ടായി. സഭയിൽ ചർച്ചയുണ്ടായി എന്നത് ശരിയാണ്. എല്ലാവരും പക്ഷേ ദയാപരനായ ബോബി അച്ഛൻ്റെയും രക്ഷകനായ മുഖ്യമന്ത്രിയുടെയും സ്വരത്തിലല്ല സംസാരിച്ചത്. വേറെ അഭിപ്രായങ്ങളും മുഴങ്ങിക്കേട്ടു. ശ്രീ PK ബഷീർ. പിന്നെ സാർ, ഈ നായക്ക് വന്ധീകരണം നടത്തിയിട്ടും കാര്യമില്ല. ഇത് തൊള്ളോണ്ടാ സാർ കടിക്കണത്. ഇതിനിങ്ങനെ വന്ധീകരണം നടത്തിയിട്ട് എന്താ കാര്യം? ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നമ്മളെല്ലാവരും ഇവിടെ മനുഷ്യനും എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല. സാർ ഞാൻ തൊള്ളാറ സാർ നമുക്കുണ്ടാക്കാൻ മനസ്സിലാവും. വായോണ്ട് പോരെ ഈ വന്ധീകരണം നടത്തിയിട്ട് കാലത്ത് വായോണ്ടാ സാർ കടിക്കണത്. അപ്പോൾ നമ്മളെ ഭാഷയിലല്ലേ സാർ പറയാൻ പറ്റുള്ളൂ, പല ഭാഷയില്ലേ. അപ്പോൾ ഈ കാര്യത്തിൽ സാർ നമുക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. അല്ലാതെ അവിടെ കേന്ദ്രത്തിലൊരു മന്ത്രിയുണ്ട്, ആ മന്ത്രി സ്ത്രീകളെയും കുട്ടികളും കാര്യം നോക്കണം. അതിനാകെ പട്ടിണി പൂച്ചടി കാര്യം മാത്രം നോക്കുന്ന ഒരു പണിയാണ് സാർ. ഇവിടെ വന്ന് കാര്യം DGP-നെ ചോദ്യോത്തരവേളയിൽ പേര് വിളിച്ചാൽ എഴുന്നേറ്റ് നിൽക്കുന്ന അംഗങ്ങൾ പ്രസ്താവനകൾ നടത്തരുതെന്നും മന്ത്രിമാരോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വേണ്ടതെന്നും ചട്ടമുണ്ട്. അതുകൊണ്ടാണ് സ്പീക്കർ ഇടയ്ക്കിടയ്ക്ക് ചോദ്യത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. സാർ, ചില കാര്യങ്ങളിൽ നാട്ടിൽ ഇപ്പൊ CPM പോലെ ഒരു പാർട്ടി പ്രായോഗിക സമീപനത്തിന്റെ ഒരു പാർട്ടിയാണല്ലോ, ശാസ്ത്രീയല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രായോഗികമായ ഒരു സമീപനം ഈ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനും ഈ മനുഷ്യന്മാരെ സാർ, പിന്നെ ഞാൻ ഇവിടെ നമ്മളൊരു കുട്ടീനെ കടിച്ചു, ആ നായ നമ്മൾ തച്ചു കൊല്ലൂലേ, അതിനൊക്കെ ഇവിടെ കേസെടുക്കാൻ പറഞ്ഞാൽ സംഗതി നടക്കും. അതിന് മീഡിയാസും വേണം ഒന്നൊക്കെ ഒന്ന് സഹകരിക്കുക. കാരണം അവനാൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമ്പോഴേ ഇതിൻ്റെ ഇടങ്ങാറ് എല്ലാവർക്കും അറിയുള്ളൂ. ഇതിനിങ്ങനെ പേവിഷബാധയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയോടും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയോടും ഗവൺമെന്റിനോട് പറയുന്നത് ശാശ്വതമായ പരിഹാരമാണ്. കുറച്ചൊക്കെ കണ്ണടച്ചാണ്ടി കുറേയൊക്കെ കൊല്ലേണ്ടി വരും, അല്ലാതെ നടക്കൂല. എല്ലാത്തിനും നിയമം വകുപ്പും പറയണ്ട. അതുകൊണ്ട് സാർ, പിന്നെ അതുപോലെ തന്നെ ഈ വാക്സിന്, ഈ തെരുവുനായ പ്രശ്നം എന്താ? ഈ വാക്സിൻ്റെ കാര്യത്തിൽ വലിയൊരു മാഫിയക്ക് കൂട്ടു നിൽക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത മരുന്ന് മുഴുവൻ വാങ്ങിയ കൂട്ട 20 കോടി രൂപയുടെ മരുന്നാണ് കഴിഞ്ഞ പ്രാവശ്യം മെഡിക്കൽ കോർപ്പറേഷൻ വാങ്ങിയത്. ഞാൻ പറഞ്ഞല്ലേ സാർ, അതിന്റെ ചെയർമാൻ പറഞ്ഞു. അതുകൊണ്ട് ഇതിനൊരു അടിയന്തരമായ ഒരു പരിഹാരം ഈ തെരുവുനായ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ചോദ്യമൊക്കെ കഴിഞ്ഞു.
ചോദ്യമില്ല. യെസ്. സർ, ഇവിടെ 2-3 മന്ത്രിമാരോട് ഒരുമിച്ചാണ് ബഹുമാനപ്പെട്ട MLA ചോദ്യം ചോദിച്ചിട്ടുള്ളത്. പക്ഷേ വിഷയം നമുക്കെല്ലാവർക്കും ഒരുപോലെ തന്നെ ഉത്കണ്ഠ ഉളവാക്കുന്നതാണ് എന്നതിനാൽ അടിയന്തര നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ അക്രമാസക്തരായിട്ടുള്ള ഫെറോഷ്യസ് ആയിട്ടുള്ള എനിമൽസിനെ കൊല്ലുന്നതിന് നിയമപരമായിട്ടുള്ള തടസ്സമില്ല. എന്നാൽ പട്ടികളെ ആകെ കൊല്ലുക എന്ന് ഇന്ന് നിലനിൽക്കുന്ന നിയമങ്ങളുടെ കീഴിൽ നമുക്കൊരു ഉത്തരവ് പുറപ്പെടുവിക്കാനും ബുദ്ധിമുട്ടുണ്ട്. നിയമപരമായി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒട്ടും ബുദ്ധിമുട്ടാതെ കൊന്നവരുമുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ബഷീറിൻ്റെ പാർട്ടിക്കാരോ നാട്ടുകാരോ അല്ല കേട്ടോ, മാണി സാറിൻ്റെ പാർട്ടിക്കാരും നാട്ടുകാരും. അത് കേസായി, ക്രിമിനൽ കേസ്. മാണി കോൺഗ്രസിന്റെ PK ബഷീറായ സജി മഞ്ഞക്കടമ്പനും കൂട്ടുകാരും പ്രതികളുമായി. ജാമ്യമെടുത്തു. പോലീസ് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇന്ന് ഞങ്ങളുടെ ആൾജാമ്യത്തിൽ ഞങ്ങൾക്ക് ജാമ്യം തന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് ഈ ഒരു പോലീസ് അറസ്റ്റ് കൊണ്ടോ ഒന്നും ഞങ്ങൾ ഇതിന് പുറകോട്ട് പോകുന്ന വിഷയമില്ല. സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇതിന് അടിയന്തരമായ ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം. ഇല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി മഞ്ഞക്കടമ്പൻ കണ്ടുവച്ചിട്ടുണ്ട്, ലളിതമായ വഴി. ഞങ്ങള് വിഷക്കാഞ്ഞിരത്തിന്റെ തോല് ഇറച്ചിക്കകത്ത് വേവിച്ച് തന്നെ കൊടുത്തോണ്ട് പട്ടി അവിടെ ചത്ത് കിടന്നു. പിന്നെ പട്ടിയെ പിടിക്കുന്ന 3 പട്ടികളെ കടിക്കാൻ വന്നു. അതിന് അപകടകാരിയായ പട്ടിയാണ്, ഞാൻ അടിച്ചു കൊന്നു. എന്നെ കടിച്ചാൽ എനിക്ക് എന്റെ ജീവൻ രക്ഷപ്പെടണ്ടേ? അതുകൊണ്ട് 3 എണ്ണത്തിനെ അടിച്ചു വന്നു. ബാക്കിയുള്ളതിനെ ഞങ്ങൾ കാഞ്ഞിരത്തിന്റെ തോല് കൊടുത്താണ് കൊന്നത്. ഈ പ്രശ്നം ആ തരത്തിൽ പരിഹരിക്കുന്നവർക്ക് വേണ്ടിയാണ് പത്തായക്കോടൻ ബഷീർ വാദിക്കുന്നത്. ഗവൺമെന്റിനോട് പറഞ്ഞത് ശാശ്വതമായ പരിഹാരമാണ്. കുറച്ചൊക്കെ കണ്ണടച്ചാണ്ട് കുറെ ഒക്കെ കൊല്ലേണ്ടി വരും, അല്ലാതെ നടക്കൂല. അതെല്ലാം നമ്മെപ്പോലുള്ള സാധാരണ മനുഷ്യന്മാരുടെ വഴികളല്ലേ? പുണ്യാളന്മാരുടെ വഴികൾ വേറെയാണല്ലോ. അല്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ഒന്നും കൊല്ലാൻ സാധിക്കില്ല, ഒന്നിനെയും കൊല്ലാൻ സാധിക്കില്ല. അപ്പം അതിനും പരിഹാരമാണ്, നായകടിക്കും പരിഹാരം, ആർക്കും ദോഷമില്ലാത്തൊരു സൊല്യൂഷനാണ്. അതാണിപ്പോൾ ഒരു വലിയൊരു സൊല്യൂഷൻ കേരളത്തിൽ നായകടി വിമുക്തമാക്കാനുള്ളൊരു സംവിധാനം കാണുന്നത്. തെരുവ് നായ്ക്കളുടെ രക്ഷകനായ പുണ്യാള, ഞങ്ങൾക്ക് വേണ്ടിയും കുരയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ബലികർമ്മങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.